അമേരിക്കൻ പ്രസിഡന്റുമാരിലേറെ ശ്രദ്ധേയനായിരുന്നു ഡൊണാൾഡ് ട്രംപ്. എന്നാൽ നിരവധി ആരോപണങ്ങൾ ട്രംപിനെ അധികാരത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും അധികാരത്തിൽ തുടരാൻ ശ്രമിച്ച പ്രസിഡന്റ് എന്ന ദുഷ്പേരും ട്രംപിനെ ഏറ്റുവാങ്ങേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും അസാധ്യമെന്ന നിലയിലായിരുന്നു ട്രംപിന്റെ അവസ്ഥ. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിക്കുന്ന മുന്നേറ്റമുണ്ടായിരിക്കുന്നു എന്നാണ്. ആദ്യ മത്സരത്തിൽ ട്രംപ് തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 51% മുകളിൽ വോട്ട് നേടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപ് കരുത്തു കാട്ടിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ ഡിസാന്റിസിന് 21% വോട്ട് മാത്രമാണ് ലഭിച്ചതെന്ന് കൂടി പരിശോധിക്കുമ്പോഴാണ് ട്രംപിന്റെ മുന്നേറ്റം എത്രത്തോളം കരുത്തുറ്റതാണെന്ന് വ്യക്തമാകുന്നത്. 19% വോട്ട് നേടിയ നിക്കി ഹാലിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആദ്യം സ്വന്തം പാർട്ടിയിൽ ഒന്നാമനാവണമെന്നതാണ് നിബന്ധന. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്നറിയാനുള്ള മത്സരങ്ങളിൽ ആദ്യത്തേത് അയോവ കോക്കസ് ആണ്. ഇവിടെയാണ് 51% മുകളിൽ വോട്ട് നേടി ട്രംപ് കരുത്തു കാട്ടിയത്. വലിയ പ്രചാരണം അഴിച്ചുവിട്ട ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമിക്ക് 8% താഴെ വോട്ട് മാത്രമാണ് നേടാനായത്. അയോവ കോക്കസിൽ നാലാമതായതോടെ വിവേക് മത്സര രംഗത്ത് നിന്ന് പിന്മാറി. ഇതിനൊപ്പം തന്നെ വിവേക് രാമസ്വാമി ട്രംപിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂ ഹാംപ്ഷയറിൽ നടക്കുന്ന റാലിയിൽ ട്രംപിനൊപ്പം എത്തുമെന്നും വിവേക് രാമസ്വാമി അറിയിച്ചിരിക്കുകയാണ്. രാമസ്വാമിയുടെ പിന്മാറ്റം ട്രംപിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ മത്സര രംഗത്ത് തുടരുമെന്ന് ഡിസാന്റിസും ഹേലിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമതാണെങ്കിലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ട്രംപ് വിരുദ്ധരുടെ പിന്തുണ നേടാമെന്ന് നിക്കി ഹേലി കണക്കുകൂട്ടിയിരിക്കുകയാണ്. ന്യൂ ഹാംപ്ഷയർ ആണ് അടുത്ത റിപ്പബ്ലിക്കൻ പോർമുഖം. മാർച്ച് മാസത്തോടെ മത്സര രംഗം തെളിയും. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വരുന്ന നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ബൈഡൻ പോരാട്ടമാകും അമേരിക്കയെ കാത്തിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് ട്രംപിന് ലഭിച്ചിരുന്ന ജനപിന്തുണയിൽ വൻ തകർച്ച സംഭവിച്ചതാണ് ബൈഡനുള്ള ഏക പ്രതീക്ഷ. Choice is clear. Donald Trump's campaign is about him, not America, not you. Donald Trump's campaign is obsessed with the past. I spent so much time talking about this because we had these tremendous polls, just like we do here in Iowa. And I'd say, please, it's very important. We have to keep our eye on the ball in November. And we're sending a signal. So even if you don't believe the polls, or even if you think we're 1 point down, we're not. We're like 30 points up. But don't believe me. You have to get out and you have to vote.